തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി KS ശബരീനാഥനെ ഇന്നലെ തന്നെ തീരുമാനിച്ചതാണ്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് മേരി പുഷ്പവും അതുപോലെ UDF സ്ഥാനാർത്ഥിയായി തന്നെ മത്സര രംഗത്തുണ്ട്. UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് നമുക്കറിയാം. അതായത് ഭൂരിപക്ഷമൊന്നുമില്ലെങ്കിലും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് ഇപ്പോൾ CPM അറിയിച്ചിട്ടുണ്ട്. പുന്നക്കാമുകൾ കൗൺസിലറും ജില്ലാ കമ്മിറ്റി അംഗവുമായ R ശിവജി ആയിരിക്കും CPMൻ്റെ മേയർ സ്ഥാനാർത്ഥി. മത്സരിക്കാതെ മാറി നിൽക്കുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് CPMൻ്റെ ജില്ലാ കമ്മിറ്റി ശിവജിയെ രംഗത്തിറക്കിയത്. നമുക്കറിയാം, കോൺഗ്രസ് മുമ്പും പിമ്പും നോക്കാതെ വളരെ ധൈര്യത്തോടെ തന്നെ മേയർ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുമ്പോൾ CPM ഇത്രയ്ക്ക് ആലോചിക്കേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അവർ BJPയുമായി ഉണ്ടായ ചില ധാരണകളാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതും പലരും പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം, ശബരീനാഥൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു മത്സരത്തിനുള്ളതല്ല, അല്ലാതെ ജയിക്കാനുള്ളതല്ല, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ പറഞ്ഞതുപോലെ മുരളീധരനൊക്കെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചതുപോലെ ശബരീനാഥൻ എന്ന മുൻ MLAയെ അവിടെ മത്സരിപ്പിക്കുകയും വിജയിപ്പിച്ച് മേയർ സ്ഥാനാർത്ഥിയാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെ പകുതി വിജയമാണ് കോൺഗ്രസിനും UDFിനും തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം, മത്സരിക്കാതെ മാറി നിന്നിരുന്നെങ്കിലോ അല്ലെങ്കിൽ ആകെ വിജയം ലഭിക്കുമെന്ന് ഉറപ്പിച്ചതിൻ്റെ നിരാശയിൽ മേയറല്ലാതെ മേയറിൽ കുറഞ്ഞ സീറ്റുകൾ ലഭിച്ചു എങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുന്നു എന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ UDFിന് വന്നിരുന്നുവെങ്കിൽ അതൊരു പിന്മാറ്റമായി, ഒരു നിരാശയായി എല്ലാവർക്കും തോന്നുമായിരുന്നു. ഇതല്ല, കുറഞ്ഞ സീറ്റാണെങ്കിലും സീറ്റ് വർദ്ധിപ്പിച്ചു എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടെ ചാരിതാർത്ഥ്യത്തോടെ മത്സരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല, ഇത് മറ്റു രണ്ട് മുന്നണികളുടെ കൂട്ടുകെട്ടിനുള്ളൊരു താക്കീത് കൂടിയാണ്. നമുക്കറിയാം, അന്ന് ഇതിനു മുമ്പത്തെ സഭയിൽ 10 സീറ്റാണ് UDFിന് കിട്ടിയത്. പിന്നീട് വിഭജനം വരുമ്പോൾ അത് 7 വാർഡുകൾ മാറി. എന്നിട്ടും അതിൽ 19 സീറ്റുകൾ പിടിച്ചെടുത്തു UDF. അതും കൂടുതൽ വോട്ടർമാരുള്ള തീരദേശ വാർഡുകൾ ഉൾപ്പെടെ. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അനന്തപുരിയുടെ മണ്ണിൽ വേരുറച്ചുവെന്നും ആ യുദ്ധമുഖത്ത് ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതുമാണ്. പിൻവാങ്ങാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള കോർപ്പറേഷനൊക്കെ തൂത്തുവാരിയ കഥകൾ നമുക്കറിയാം. കൊല്ലം കോർപ്പറേഷൻ പതിറ്റാണ്ടുകളായി അല്ലെങ്കിൽ ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ UDF ഇങ്ങനൊരു വിജയം നേടിയിട്ടേയില്ല. അവിടെ അനായാസം വിജയിക്കുന്നു. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയത്തിന് അരികിലെത്തുന്നു. കൊച്ചിയിലും തൃശ്ശൂരിലും അനായാസം വിജയം നേടുന്നു. കണ്ണൂരിലാണെങ്കിൽ പഴയത് തന്നെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭരണമായിരുന്നു. അങ്ങനെ കേരളത്തിലെ ഒട്ടുമിക്ക കോർപ്പറേഷനുകളും UDFിൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഞങ്ങൾ തോറ്റിട്ടില്ല എന്നുള്ളത് അറിയിക്കുന്നതാണ് ശബരീനാഥൻ പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് മുന്നിൽ നിന്ന് മേയറായി തന്നെ മത്സരിക്കുന്നത്. മേയർ ജയിക്കുന്നതോ തോൽക്കുന്നതോ ജനാധിപത്യത്തിൻ്റെ 2 വശങ്ങളാണ്. നമുക്കറിയാം, എല്ലാവർക്കും തോൽക്കാനും എല്ലാവർക്കും ജയിക്കാനും പറ്റില്ല. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട് എങ്കിൽ അത് നാളെയുടെ വിജയത്തിൻ്റെ മുന്നേറ്റം തന്നെയാണ്. കൊല്ലം കോർപ്പറേഷനിൽ ആരും തന്നെ വിചാരിച്ചതല്ല UDF വിജയത്തിലെത്തും എന്നുള്ളത്. എല്ലാവരും തള്ളിക്കളഞ്ഞതാണ്. അവിടെയാണ് വിജയത്തിലേക്ക് എത്തിയത്. അവിടെയൊക്കെ വിജയിച്ച് വന്ന ഒരവസ്ഥയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരുവനന്തപുരത്ത് വരും എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രമല്ല, തിരുവനന്തപുരത്ത് വാർഡ് വിഭജനത്തിലടക്കം CPMും BJPയും നടത്തിയ കള്ളക്കൂട്ടുകെട്ടിനുള്ളൊരു മറുപടി ഞങ്ങളെന്നും ചെറുത്തു നിൽക്കാനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു താക്കീത് കൂടിയാണ് അവിടെ ശബരീനാഥനും UDFും നൽകുന്നത്. അതേതായാലും ശബരീനാഥൻ മാറി നിന്നാൽ കിട്ടില്ലായിരുന്നു.